RupeeMonk പല സബ്സ്ക്രൈബർമാർക്കും മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ തരുന്നത് ഞാനാണ്. നമ്മളുടെ മിക്കവാറും സബ്സ്ക്രൈബേഴ്സ് മ്യൂച്വൽ ഫണ്ടുകളെ താല്പര്യപ്പെടുന്നവരോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരോ ആയിരിക്കും. പക്ഷേ പലർക്കും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള പല ഇൻവെസ്റ്റർമാരിൽ നിന്നും ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഒരു ഫണ്ട് മാനേജർ ത്രൂ പൈസ കളക്ട് ചെയ്യുകയും അങ്ങനെ പല സ്റ്റോക്കുകളിലും കടപ്പത്രങ്ങളിലും നിക്ഷേപിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ലാഭം തിരിച്ച് നമ്മൾക്ക് ഇൻവെസ്റ്റർമാർക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്കോ തിരികെ നിക്ഷേപിക്കുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് രാജ്യത്തെ ഓഹരി വിപണിയുമായിട്ടും അതുപോലുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ അഫോർഡബിളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും നിക്ഷേപിക്കാൻ പറ്റുന്ന 100 രൂപ മുതൽ നിക്ഷേപിക്കാൻ പറ്റുന്നൊരു നിക്ഷേപ പദ്ധതിയാണ്. ഇത്ര ചെറിയ എമൗണ്ട് കൊണ്ട് പലതരത്തിലുള്ള നിക്ഷേപങ്ങളിൽ സ്റ്റോക്കുകളിലും കടപ്പത്രങ്ങളിലൊക്കെ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ മിനിമം പേപ്പർ വർക്കാണ് ഇതിനുള്ളത്. അതായത് നമുക്ക് വളരെ പെട്ടെന്ന് അത് ചെയ്തു തീർക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുക വഴി നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ചില പദ്ധതികൾക്ക് നമുക്ക് കിട്ടും. അതുപോലെ വളരെ കാര്യക്ഷമവും വളരെ ഉത്തരവാദിത്വമുള്ളതുമായിട്ടുള്ള കമ്പനികളാണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ നമ്മൾക്ക് പലതരത്തിൽ പണം ഇപ്പോൾ ലഭിക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് ലഭിക്കാനോ ഉള്ള ഓപ്ഷനുകളുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ, അതായത് ഫിനാൻസിനെ പറ്റി കൃത്യമായിട്ട് അറിയുന്ന ഒരു പ്രൊഫഷണലായിട്ടുള്ള ആൾ അവരുടെ ടീമും ഈ നമ്മളുടെ പൈസ ഇത്രയും ചെറിയ ചിലവിൽ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവരുടെ ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഓപ്ഷനുകൾ നമ്മളുടെ പണത്തെ വർദ്ധിപ്പിക്കാനും അതുവഴി ഭാവിയിൽ നമുക്ക് നല്ലൊരു നേട്ടം നേടിത്തരാനും കഴിയുന്നു എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെ ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലാണ് പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളുള്ളത്. ഓപ്പൺ എൻഡഡും ക്ലോസ്ഡ് എൻഡഡും. ഓപ്പൺ എൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പൈസ പിറ്റേ ദിവസം മുതൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന പദ്ധതികളാണ്. ക്ലോസ്ഡ് എൻഡഡ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നൊരു സമയത്ത് മാത്രമേ പൈസ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓപ്പൺ എൻഡഡ് ഫണ്ടുകളിൽ പ്രധാനമായിട്ടും ഇക്വിറ്റി ഫണ്ടുകൾ, ബാലൻസ്ഡ് ഫണ്ടുകൾ, ഡെപ്റ്റ് ഫണ്ടുകൾ, മണി മാർക്കറ്റ് ഫണ്ടുകൾ എന്നുള്ള 4 തരത്തിലുള്ള ഫണ്ടുകളാണ് കണ്ടിട്ടുള്ളത്. ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടുകളിൽ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഫണ്ടും ഫിക്സഡ് മെച്യൂരിറ്റി ഫണ്ടുമാണുള്ളത്. ഇക്വിറ്റി ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും സ്റ്റോക്കുകളിലും, ബാലൻസ്ഡും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളിലും കടപ്പത്രങ്ങളിലും ഈക്വലായിട്ട് നിക്ഷേപിക്കുന്നതുമാണ്. ഡെപ്റ്റ് ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നതാണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ നിക്ഷേപിക്കുന്ന മണി മാർക്കറ്റ് ഫണ്ടുകളാണ് മറ്റൊരു ഓപ്പൺ എൻഡഡ് ഫണ്ട്. ക്ലോസ്ഡ് എൻഡഡ് ഫണ്ടുകൾ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഫണ്ടും ഫിക്സഡ് മെച്യൂരിറ്റിയുള്ള ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ക്ലോസ്ഡ് എൻഡഡ് ഫണ്ട്. ഇതിൽ നമ്മൾ സാധാരണക്കാർ നിക്ഷേപിക്കുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലാണ്. അത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൾട്ടി ക്യാപ്പ് ഇങ്ങനെ 4 തരത്തിലുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളാണുള്ളത്. ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഓഹരികളിൽ നിക്ഷേപിക്കുന്നു. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതലും ശരാശരി സൈസുള്ള ഓഹരികളിലും, സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഓഹരികളിലും നിക്ഷേപിക്കുന്നു. മൾട്ടി ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള വലുതും ചെറുതും ഇടത്തരവുമായിട്ടുള്ള കമ്പനികളുടെ ഓഹരികളിൽ ഒരു മിക്സായിട്ട് നിക്ഷേപിക്കുന്നതിനാണ് മൾട്ടി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. RupeeMonkൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്ന പോലെ നമ്മൾ ചെറിയ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റിട്ടേണും വലിയ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ റിട്ടേണുമാണ് സാധാരണഗതിയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ലഭിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ലിക്വിഡ് ഫണ്ടുകൾ ചെറിയ റിസ്ക്കും ചെറിയ റിട്ടേണും ഉള്ളതാണ്. അതിൽ കൂടുതൽ റിസ്ക്കും റിട്ടേണും തരുന്നതാണ് അൾട്രാ ഷോർട്ട് ടൈം ബോണ്ട് ഫണ്ട്. അങ്ങനെ നിങ്ങൾ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സെക്ടറൽ ഫണ്ടുകൾ വലിയ റിസ്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും വലിയ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഫണ്ടുകളാണ്. അങ്ങനെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളുടെ റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺ കൂടുമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവരവരുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനനുസരിച്ച് വേണം നമുക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ. ആ ഫണ്ടുകൾ എങ്ങനെ ആവണം എന്നുള്ളതാണ് ഈ ഗ്രാഫ് നിങ്ങളോട് കാണിച്ചു തരുന്നത്.
ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. കുറച്ചുകൂടെ നല്ല ഇൻഫർമേഷനുകൾ ഇതിൽ ഇനി വരാനുണ്ട്. നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കേണ്ടതും 2 തരത്തിലുള്ള പദ്ധതികളിൽ നമുക്ക് നിക്ഷേപിക്കാം. ഒന്ന് ഗ്രോത്ത് പ്ലാൻ, 2 ഡിവിഡൻഡ് പ്ലാൻ. ഗ്രോത്ത് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭം അതാത് പദ്ധതികളിൽ തന്നെ നിക്ഷേപിക്കുകയും, ഡിവിഡൻഡ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലാനുസൃതമായിട്ട് നമുക്ക് ഒരു പൈസ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് വരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു ഗ്രോത്ത് പ്ലാനിലും അതേ സമയം തന്നെ നമ്മൾ ഒരു മാസ വരുമാനം നമുക്ക് കിട്ടാനായിട്ട് നിക്ഷേപിക്കുമ്പോൾ ഡിവിഡൻഡ് പ്ലാനിലുമാണ് നിക്ഷേപിക്കേണ്ടത്. ഇതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായ വീഡിയോ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും നമ്മൾക്ക് ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ഏജൻറ്റ് വഴി ബ്രോക്കർ വഴി ചെയ്യാനായിട്ട് സാധിക്കും. നേരിട്ട് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടുകയും നമ്മൾക്ക് ഈ എക്സ്പെൻസായിട്ട് കൊടുക്കുന്ന പൈസ കുറവാവുകയും നമ്മൾക്ക് സ്വന്തമായിട്ടത് കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ നല്ലൊരു റിട്ടേൺ വളരെ അധികം കാലത്തേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ പരമാവധി എല്ലാവരും ഡയറക്റ്റ് പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. ഗ്രോ ആപ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ആവുകയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾക്ക് 2 തരത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഒന്ന് ലംസമായിട്ട്, അതായത് ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ SIP എന്ന് പറയും, പല തവണകളായിട്ട് നിക്ഷേപിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇതിൽ കാണുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 1 ലക്ഷം രൂപ ഒറ്റ തവണയായിട്ട് മൊത്തത്തിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അല്ലെങ്കിൽ ഈ 1 ലക്ഷം രൂപയെ പല തവണകളായിട്ട് നിക്ഷേപിക്കാം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിക്ഷേപിക്കുന്നതിനെയാണ് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഗുണങ്ങളും നമ്മൾ SIPകൾ കാണുന്നുണ്ട്. പരമാവധി നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒറ്റ തവണകളായിട്ട് നിക്ഷേപിക്കരുത് എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭിപ്രായം. എപ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് SIP വഴിയോ അല്ലെങ്കിൽ പല സ്റ്റേജുകളായിട്ട് പല സെക്ഷനുകളായിട്ടോ നിക്ഷേപിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു അഭിപ്രായം. NRI ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കുവേര ആപ്പ് അവരുടെ മൊബൈലുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ കുവേര ആപ്പ് ഇൻസ്റ്റാൾ ആവുകയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ KYC ഫോർമാലിറ്റികൾ കംപ്ലീറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് ലംസമായിട്ടോ ഒറ്റത്തവണയായിട്ടോ മന്ത്ലി ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷന് അറിയാനായിട്ട് പറ്റും. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് നമ്മൾ ഒരിക്കലും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന എമൗണ്ട് അതിൻ്റെ റിട്ടേൺ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഫണ്ടിലുള്ള നിക്ഷേപം ഒരിക്കലും നിർത്തരുത്. രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ സെയിം എമൗണ്ടിൽ കുറേ കാലം നിക്ഷേപിക്കരുത്. ആ എമൗണ്ട് നമ്മളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫണ്ടിൽ നമ്മൾക്ക് എല്ലായ്പ്പോഴും നിക്ഷേപിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്തയിൽ പോകരുത്. നമ്മൾ നിക്ഷേപിക്കുന്ന ആ ഒരു ഫണ്ട് അത്യാവശ്യം തെറ്റില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യുക. റിവ്യൂ ചെയ്തുകൊണ്ട് വളരെ മോശമാണെങ്കിൽ മാത്രം ഫണ്ടുകൾ മാറ്റുക. ഈ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ RupeeMonk സർവീസിനെ സമീപിക്കാനുള്ള വാട്സപ്പ് നമ്പറാണ് ഇതിൽ കാണുന്നത്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് 2 വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കൂട്ടുകാരുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക.